സമ്പദ് സമൃദ്ധിയുടെ ആഘോഷമാണ് ഓണം. അതിൽ ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സ്കൂളുകളിൽ, കോളേജുകളിൽ, എന്തിന് നാട്ടിൻപുറങ്ങളിലൊക്കെ തന്നെ വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. മാത്രമല്ല, വിപണിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കച്ചവടം നടക്കുന്നത് ശരിക്കും ഓണക്കാലത്താണ്. വലിയ വലിയ ഓഫറുകൾ, അത് ഗൃഹോപകരണങ്ങളായിക്കോട്ടെ, വസ്ത്രങ്ങളായിക്കോട്ടെ, മൊബൈൽ ഫോണുകളായിക്കോട്ടെ, അങ്ങനെ എന്തിനും ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്നത് ഓണക്കാലമാണ്. ഇപ്പോൾ ഓണക്കാലം വളരെ സന്തോഷത്തോടെയൊക്കെ പോകാൻ പോകുന്നു. ഇതാ ചിങ്ങം പിറന്നു. ആ സമയത്താണ് ഇത്തരം ഒരു പള്ളിയിലച്ഛൻ്റെ അല്ലെങ്കിൽ ഒരു വൈദികൻ്റെ ചില തുറന്നു പറച്ചിലുകൾ കേൾക്കുന്നത്. ഒന്ന് കേൾക്കാം. സത്യത്തിൽ ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കേണ്ട കാര്യം ഉണ്ടോ? ഇല്ല. സത്യത്തിൽ ഈ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയവനെ നോക്കിയിരിക്കേണ്ടവരാണോ ക്രിസ്ത്യാനികൾ? ഇദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികളുടേതല്ല ഓണം. ചവിട്ടിത്താഴ്ത്തപ്പെട്ടത് ആരുടെ ആളാണോ അവർ മാത്രം ഓണം ആഘോഷിച്ചാൽ മതി. നമ്മൾ സ്വർഗത്തിലേക്ക് പോയ ആളിൻ്റെ പിന്തുടർച്ചക്കാരാണ്. നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനായി കാത്തിരിക്കുന്നു. അവൻ നമ്മളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വരും. അപ്പോൾ ഈ ചവിട്ടിത്താഴ്ത്തിയ ആൾക്കാർ, ചവിട്ടിത്താഴ്ത്തിയവരെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാർ, അവരുടെ ആഘോഷങ്ങളിൽ എന്തിന് നമ്മൾ പങ്കെടുക്കണം? അപ്പം ഓണം എന്നത് ക്രിസ്ത്യാനികളുടെ ആഘോഷമല്ല. ഇതാണ് വളരെ കൃത്യമായിട്ട് പറയുന്നത്. നമുക്കെന്തിനാണെന്നേ ഒരുപാട് ആഘോഷം വേറെയുണ്ട്. ഈശോയുടെ ബർത്ത്ഡേ ഉണ്ട്, ഈശോയുടെ തിരുപ്പിറവിയുണ്ട്, ഈശോയുടെ പെരുന്നാളുണ്ട്. ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ പറയുന്നു. അപ്പോൾ ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കാൻ പാടില്ല. അപ്പോൾ ക്രൈസ്തവ സഭയുടെ മേൽനോട്ടത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ, ഇനി ഈ പറയുന്ന ബിസിനസ് ശൃംഖലകൾ, ഇവിടെയൊന്നും ഓണാഘോഷങ്ങൾ നടത്താൻ പാടില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ എന്താ കരുതിയത്? ഓണം എന്നത് ഹിന്ദുവിൻ്റെയോ മുസൽമാൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ എന്നൊന്നും വേർതിരിച്ചിട്ടില്ല. എല്ലാവരും ഒരേ മനസ്സോടെ ആഘോഷിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ടും ഈ നൂറ്റാണ്ടിലും വന്നിട്ട് ഒരു ക്രൈസ്തവ വൈദികൻ പറയുകയാണ്, നമ്മളെന്തിനാണ് ഓണം ആഘോഷിക്കുന്നത്? നമ്മൾ ഓണം ആഘോഷിക്കേണ്ട കാര്യമില്ല. ചവിട്ടിത്താഴ്ത്തപ്പെട്ടവനും അവനെ ആഗ്രഹിക്കുന്നവരും അല്ലെ അവനെ പിന്തുടരുന്നവരൊക്കെ ഓണം ആഘോഷിച്ചോ? ഇതൊക്കെയാണോ പറയേണ്ടത്? അപ്പോൾ ശരിക്കും ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ മതമൈത്രിയെ തകർക്കുന്നത് ആരാണ്? അതായത് ഓരോ മതവിഭാഗത്തെ നയിക്കേണ്ട ആൾക്കാർ തന്നെ ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായ ചില കാര്യങ്ങൾ പറയുന്നു. ഇത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കണം. നമുക്ക് പാതാളമായിട്ട് യാതൊരു ബന്ധമില്ല. നമുക്ക് പാതാളത്തിൽ പോവുകയും വേണ്ട. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ആർക്കും പാതാളത്തിൽ പോകണ്ട. ഞങ്ങൾക്ക് അതിനോട് യാതൊരു താല്പര്യമില്ല. പോയവരും ചവിട്ടിത്താത്തിയവരും ഒക്കെ നിങ്ങളുടേതാണ്. ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതിനെ പിന്തുണയ്ക്കാനുമുണ്ട് കുറേ പേര്, ഇതിനെ എതിർക്കാനുമുണ്ട് കുറേ പേര്. എതിർക്കുന്നവർ അതേ മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. പക്ഷേ പിന്തുണയ്ക്കുന്ന ആൾക്കാരൊന്ന് ചിന്തിക്കണം. അങ്ങനെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ വേലിക്കെട്ടുകൾ നമുക്ക് വേണോ? ഓണം എന്ന് പറയുന്നത് എല്ലാവരുടെയും വലിയൊരു ആഘോഷമല്ലേ? അപ്പോൾ ചിങ്ങം പിറക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുമായിട്ട് ചില വൈദികർ ഇറങ്ങി തിരിച്ചാൽ നമ്മൾ അവരെ അംഗീകരിക്കേണ്ടതുണ്ടോ? അവർ പറയുന്നതിനെ അനുസരിക്കേണ്ടതുണ്ടോ? ഇതൊക്കെ പറയണം. മാത്രമല്ല, ഇതാരാണ് എന്ന് കണ്ടെത്തി അദ്ദേഹത്തിനെതിരെ അവിടുത്തെ ഇടവകയിലെ ആൾക്കാരെങ്കിലും പ്രതികരിക്കണ്ടേ? നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണോ? നിങ്ങൾ പറഞ്ഞത് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന നിലപാടല്ലേ? കേരളം പോലെ ഒരു നാട്ടിൽ എല്ലാവരും ഒന്നിച്ച് കഴിയുന്നതല്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല? അപ്പം വിചാരിക്കും, ഒരു ക്രൈസ്തവ പുരോഹിതനെ ഇങ്ങനെ അതിക്രമിച്ച് പറയുന്നത് ശരിയാണോ? അങ്ങനെ ഞാൻ പറയുന്നില്ല. ഇനി അടുത്ത ഒരു വീഡിയോ കൂടെ ഉണ്ട്, അതുകൂടെ നോക്കും. ഓണം കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. ഇതാ ഒരു മുസ്ലിം മതപണ്ഡിതനാണ്. അദ്ദേഹം മതപ്രസംഗമൊക്കെ നടത്തുന്ന രീതിയിൽ ഈ പറയുന്ന ദീർഘിപ്പിച്ചും കുറുക്കിയും ഒക്കെ ഒരു പാട്ട് രൂപേണ കാര്യങ്ങളൊക്കെ പറയുന്നു. അതിൽ പറയുന്നത് എന്താ? ഇതാ ഓണക്കാലമെത്തി, ആഘോഷത്തിൻ്റെ കാലം എത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ ആഘോഷം അല്ലെങ്കിൽ ഓണം എന്ന് പറയുന്നത് നമ്മുടെ മതത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഹൈന്ദവ മതക്കാർ ആഘോഷിക്കുന്നതാണ്. അതിൽ നമ്മൾ പങ്കെടുക്കരുത്. സ്കൂളുകളിലും കോളേജുകളിലും നാട്ടിലെ പല പ്രദേശങ്ങളിലും ഓണാഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കും. അതിൽ ഒരു കാരണവശാലും മുസ്ലിം സമൂഹത്തിൽപ്പെട്ട യുവാക്കൾ, യുവതികൾ, കുട്ടികൾ ഒന്നും പങ്കെടുക്കരുതെന്നാണ് പറയുന്നത്. നമ്മൾ എന്തിനാണ് അത് ആഘോഷിക്കുന്നത്? അപ്പോൾ ഒരു സംശയം,
ഇത് തന്നെയല്ലേ ക്രൈസ്തവ പുരോഹിതരും പറയുന്നത്. അപ്പോൾ ഓണക്കാലം എത്തുമ്പോൾ ഇത്തരം കുത്തിത്തിരിപ്പുമായിട്ടൊന്നും ആരും എത്തുന്നില്ലല്ലോ എന്ന് കരുതിയിരിക്കുമ്പോൾ ദാ ഈ വർഷവും പുതിയ വേർഷൻ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. അതും വളരെ മനോഹരമായ രീതിയിൽ ഈ മതപ്രഭാഷണ പരമ്പരയിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ സംസാരിക്കുന്ന രീതിയിലാണ് പറയുന്നത്. എന്ന് പറയുന്നു, നമുക്ക് ഈ ഹൈന്ദവരോട് യാതൊരു വിരോധവുമില്ല. ഇതര മതസ്കാരെയൊക്കെ തന്നെ നമ്മൾ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. പക്ഷേ അവരുടെ ഓണാഘോഷ പരിപാടിയിലൊന്നും നമ്മൾ പങ്കെടുക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ കുട്ടികളെ ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് വീടുകളിൽ നിന്നിറങ്ങുന്ന കുട്ടികളെ തടയണം എന്നാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത്. സത്യത്തിൽ ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാണെന്ന് നമുക്ക് തോന്നും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഓണക്കാലം എന്ന് പറയുന്നത് ഈ വിപണികളുടെ ഒരു ഉത്സവം കൂടിയാണ്. ഇപ്പം നമുക്കറിയാം, ഈ അണുകുടുംബങ്ങൾ ധാരാളമായി വന്നതോടുകൂടി ഓണത്തിന് സദ്യ വീടുകളിൽ ഉണ്ടാക്കുന്നത് വളരെ കുറഞ്ഞു. കാരണം പഴയ തലമുറയിൽപ്പെട്ടവർക്കാണ് ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കി വിഭവസമൃദ്ധമായ ഓണസദ്യയൊക്കെ തയ്യാറാക്കാൻ പറ്റുന്നത്. പുതുതലമുറയ്ക്ക് അത് അത്ര പരിചിതമല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നഗരപ്രദേശങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമൊക്കെ ഈ കാറ്ററിംഗ് സർവീസുകളെ ഓണസദ്യക്കായിട്ട് ഏർപ്പെടുത്തും. ആ കാറ്ററിംഗ് സർവീസുകൾ നമ്മുടെ വീട്ടിലേക്ക് ഓണസദ്യ കൊണ്ടുതരും. ചെറിയ പൈസ കൊടുത്താൽ മതി. ഒരു കുടുംബത്തിന് ഒന്നായിട്ട് കിട്ടും, 2 പേർക്ക് മാത്രമായിട്ട് കിട്ടും, കുട്ടികൾക്ക് മാത്രമായിട്ട് കിട്ടും, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കിട്ടും. ഈ കാറ്ററിംഗ് സർവീസൊക്കെ നടത്തുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇനി കൊച്ചിയിലെ തന്നെ പറയുകയാണെങ്കിൽ വലിയൊരു വ്യാവസായിക കേന്ദ്രം എന്ന് പറയുന്നത് ലുലു മാളാണ്. ഈ ലുലു മാളിൽ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഓണ ആഘോഷം തുടങ്ങി, ഓണക്കച്ചവടം തുടങ്ങി, ഇത്ര % നിങ്ങൾക്ക് ഓഫർ തരുന്നു, ഓണത്തിന് നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ സാധനം മേടിക്കാം. ഇതിൻ്റെ ഉടമസ്ഥൻ ആരാ? അപ്പോൾ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാളല്ലേ. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? കൂടാതെ ഈ ഗാഡ്ജറ്റുകൾ, അതല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, ഇതൊക്കെ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. അവരും വലിയ പരസ്യമൊക്കെ നൽകുന്നുണ്ട്. ഇപ്പം മൈജി പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്കറിയാം. അവരും ഇത്തരത്തിലുള്ള നിലപാടാണോ സ്വീകരിക്കുന്നത്? സത്യത്തിൽ ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കേണ്ട കാര്യം ഉണ്ടോ? ഇല്ല. സത്യത്തിൽ ഈ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയവനെ നോക്കിയിരിക്കേണ്ടവരാണോ ക്രിസ്ത്യാനികൾ? ഓണം കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ മതപ്രഭാഷകൻ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്കും കച്ചവടം വേണ്ട, ഞങ്ങൾക്കും ഇത്തവണ ഓണത്തിന് വലിയ രീതിയിൽ ഓഫറൊന്നും കൊടുക്കുന്നില്ല എന്ന നിലപാട് ഇവർ സ്വീകരിക്കുമോ? അതിനും കൂടിയുള്ള പ്രോത്സാഹനം ഇവർ നൽകണ്ടേ? കുട്ടികൾ ഓണാഘോഷത്തിൽ പങ്കെടുക്കരുത്, ഓണപരിപാടികളിൽ പങ്കാളികളാവരുത്, നിങ്ങൾ ഇതിനകത്തൊന്നും ഏർപ്പെടാനായിട്ട് പോകരുത്, അതൊക്കെ നമ്മുടെ ഉത്സവമല്ല, നമ്മുടെ ആഘോഷമല്ല, അത് ഹിന്ദുക്കളുടെയാണ്, അവരാഘോഷിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അവർക്ക് സദ്യ ഉണ്ടാക്കി കൊടുക്കരുത്, അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് വസ്ത്രങ്ങൾ കൊടുക്കരുത്, അവർക്ക് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ കൊടുക്കരുത്, ഗൃഹോപകരണങ്ങൾ നൽകരുത് എന്നുകൂടി ഇവർ ആഹ്വാനം ചെയ്യണ്ടേ? അത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഓണം ആഘോഷിക്കുമ്പോൾ അത് ഞങ്ങളുടെ ആഘോഷമെന്നല്ല, അത് പൊതുസമൂഹത്തിൻ്റെ വലിയൊരു ആഘോഷമെന്നാണ് കരുതുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ ജീവിക്കുന്ന നാട്ടിൻപുറങ്ങളിൽ എല്ലാവരും സന്തോഷത്തോടെ സമാന മനസ്സോടെ ഒന്നിച്ചിരുന്ന് ഓണം ആഘോഷിക്കും, ഓണസദ്യ കഴിക്കും, അങ്ങനെയൊക്കെയാണ് കഴിയുന്നത്. അതിനിടയിൽ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകാർ വരുമ്പോഴോ, ഞാൻ ആദ്യം പറഞ്ഞ അച്ഛനിലേക്ക് ഒന്നുകൂടെ വരാം. അച്ഛൻ പറയുന്നുണ്ട്, നമ്മുടെ പിതാക്കന്മാർ ഇനി ഗൗരവമായ തീരുമാനങ്ങൾ എടുക്കണം. എന്ത്? അതായത് ഓണം എന്നുള്ളത് ശരിക്കും ഹിന്ദുക്കളുടെ ഉത്സവമാണ്, അതിൽ ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ പാടില്ല. നിങ്ങളുടെ കുട്ടികളെ വിളിച്ചിരുത്തി, അതായത് പള്ളിയിലൊക്കെ വരുന്ന കുട്ടികളായിരിക്കും, വിളിച്ചിരുത്തി അവരെ ഉപദേശിക്കണം. നിങ്ങൾ ഒരു കാരണവശാലും ഓണാഘോഷവുമായി സഹകരിക്കാനേ പാടില്ല. ഓണം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രം ഉത്സവമാണ്. ഇവിടെ പറയുന്ന മുസ്ലിം പണ്ഡിതനും അത് തന്നെയാണ് പറയുന്നത്. ആഘോഷക്കാലം വരവായി, ഇനി ഓണത്തിൻ്റെ തുമ്പിതുള്ളലും ആഘോഷങ്ങളും വരുമ്പോൾ നിങ്ങളതിൽ പങ്കെടുക്കരുത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എത്ര തെറ്റിദ്ധാരണാജനകമായ ഒരു മെസ്സേജാണ് പകർന്നു നൽകുന്നത്. എപ്പോഴെങ്കിലും ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളുകൾ നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കരുത്, ഇത് അവരുടെ ഉത്സവമാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന കണ്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഈ പെരുന്നാൾ ആഘോഷിക്കരുത്, അതിനകത്ത് നോൺ വെജ് വിഭവങ്ങളുണ്ട്, അത് കഴിക്കരുത് എന്ന് പറയുന്നുണ്ടോ? കണ്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ കേരളത്തിൽ ഉൾപ്പെടെ എത്ര വലിയ കോളിളക്കമുണ്ടാകും. മുഖ്യധാരാ മാധ്യമങ്ങൾ, ചാനലുകളിലൊക്കെ വലിയ ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാകും, വലിയ ചർച്ചയുണ്ടാകും, എന്തൊക്കെ സംഭവിക്കാം. പക്ഷേ ഹൈന്ദവ സമുദായവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്ന ഈ ഓണം ഇതൊരു സമഭാവനയുടെ ആഘോഷമാണ്, ഒരു സൗഹാർദ്ദത്തിൻ്റെ, സൗഹൃദ സദസ്സിൻ്റെ കൂട്ടായ്മയാണ്.
ആ ഓണത്തിൽ കുത്തിത്തിരിപ്പുമായിട്ട് വന്ന ഈ ക്രൈസ്തവ പുരോഹിതന്മാർ, മുസ്ലിം പണ്ഡിതന്മാർ ഇവർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണം? നമ്മൾ തന്നെ തീരുമാനിക്കണം. ഒന്നുകിൽ ക്രൈസ്തവ സമുദായത്തിലെ സഹോദരങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം, ഇയാളെ നമുക്ക് ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും തള്ളിക്കളയണം. എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഈ പൊയ്മുഖം അഴിച്ചു കാണിക്കണം. ഈ പറയുന്ന മുസ്ലിം പണ്ഡിതൻ്റെ നിലപാട് അതിന് സമാനമാണ്. ഇത് ചെയ്യാൻ പാടില്ല. ഓണം പോലൊരു ആഘോഷം വരുമ്പോൾ ഈ സ്കൂളുകളിൽ, കലാലയങ്ങളിലൊക്കെ ആഘോഷം വരുമ്പോൾ നിങ്ങൾ പങ്കെടുക്കരുത്, നിങ്ങൾ അവിടെ പോകരുത്, നമ്മളുടെ ആഘോഷമല്ല എന്ന് പറയുന്നതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ ആ സമുദായത്തിലെ അംഗങ്ങളും പറയണം, ശരിയാണ് ഈ പണ്ഡിതൻ പറഞ്ഞത്, അതല്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, നിങ്ങൾ സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കരുത് എന്ന് ആർജവത്തോടെ പറയാൻ കഴിയണം. എങ്കിൽ മാത്രമേ പഴയ ഓണക്കാലത്തിൻ്റെ ആ ഐശ്വര്യത്തിൻ്റെ, ആ സമൃദ്ധിയുടെയൊക്കെ ഭാവന നിറഞ്ഞ കാലം അത് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കുമൊക്കെ ആസ്വദിക്കാനും ആഘോഷിക്കാനും കഴിയൂ. അതുകൊണ്ട് ഓണക്കാലത്ത് ഇത്തരം കുത്തിത്തിരിപ്പുകാർ രംഗത്തേക്ക് ഇറങ്ങി തുടങ്ങി എന്നേ പറയുന്നുള്ളൂ. ഇനിയും വരാം ഇത്തരം വാർത്തകൾ, ഇത്തരം ആഹ്വാനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ. അതിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ നമ്മുടെ സമൂഹത്തിന് കഴിയണമേ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.